ഇൻ ചെയ്യുന്നതിനും ഔട്ട് ചെയ്യുന്നതിനും കീബോർഡിൽ കൺട്രോൾ മൈനസ് അമർത്തി കഴിഞ്ഞാൽ സൂം ഔട്ട് ആവുകയും കൺട്രോൾ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ സൂം ഇൻ ആവുകയും ചെയ്യും. അപ്പോൾ കൺട്രോൾ പ്ലസ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിത്രം വലുതായി വലുതായി വരികയും കൺട്രോൾ മൈനസ് അടിച്ചുകൊണ്ട് ചിത്രം ചെറുതായിട്ട് പോവുകയും ചെയ്യുന്നതാണ്. കൺട്രോൾ 0 അടിച്ചുകൊണ്ട് ചിത്രത്തിനെ ഫിറ്റ് സ്ക്രീനിൽ കൊണ്ടുവരാം. കൺട്രോൾ 1 അടിച്ചുകൊണ്ട് 100% ആക്ച്വൽ പിക്സൽസിലേക്കും കൊണ്ടുവരാം. ഈ വക എല്ലാ ഐറ്റംസും ഇവിടെ വ്യൂ എന്ന ഭാഗത്ത് സൂം ഇൻ, സൂം ഔട്ട്, ആക്ച്വൽ ഫിറ്റ് ഓൺ സ്ക്രീൻ, ആക്ച്വൽ പിക്സൽസ് എന്നുള്ള 4 കമന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനാവുന്നതാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ചിത്രം അതിന്റെ യഥാർത്ഥ വലുപ്പത്തിൽ കാണാനായിട്ട് കീബോർഡിൽ കൺട്രോൾ 1 പ്രസ് ചെയ്യുക. കൺട്രോൾ 1 പറഞ്ഞാൽ അതിനർത്ഥം ആക്ച്വൽ സൈസ് എന്നാണ്. ഇതാണ് ഈ ചിത്രത്തിന്റെ ആക്ച്വൽ സൈസ്. ഇതല്ലെങ്കിൽ ഇവിടെ ഈ കാണുന്ന സൂം ടൂൾ ബാറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും 100%ലേക്ക് എത്തുന്നതാണ്. ഈ അവസരത്തിൽ നമ്മളുടെ ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് സൂം ലെവല് 100% കാണുന്നതാണ്. ഇനി സ്ക്രീനിൽ ഫിറ്റ് ചെയ്ത് കാണാനായിട്ട് നമ്മുടെ ചിത്രം സ്ക്രീനിൽ ഫിറ്റ് ചെയ്ത് കാണാനായിട്ട് കീബോർഡിൽ കൺട്രോൾ 0 അടിക്കുക. അപ്പോൾ സ്ക്രീൻ നിറഞ്ഞിരിക്കുന്നതായിട്ട് സ്ക്രീനിൽ അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വലുപ്പത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹാൻഡ് ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ടും ഇവിടെ ഇത് 100%ലേക്ക് സ്ക്രീൻ ഫിറ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ കാണുന്ന സ്ക്രീൻ ഏരിയ വർക്ക് സ്പേസ് എല്ലാം മറയ്ക്കുന്നതിനും മറ്റും ഉപയോഗിക്കുന്ന കീ ആണ് കീബോർഡിലെ എഫ് എന്ന കീ. എഫ് ഒരു തവണ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും. രണ്ടാമത്തെ തവണ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. നല്ല എല്ലാ കീബോർഡ് കമാൻഡുകളും അറിയുന്ന ഒരാൾക്ക് ഇങ്ങനെയുള്ള ഒരു എൻവയൺമെന്റിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ നമുക്ക് അങ്ങനെ കീബ് നീക്കി വെക്കാനും മറ്റും സാധിക്കും. അപ്പോൾ എല്ലാ കീസും കീ കമാൻഡിലൂടെയാണ് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ കീബോർഡ് ഉപയോഗിച്ചിട്ടായിരിക്കും ടൂൾ സെലക്ട് ചെയ്യുന്നതും അപ്ലൈ ചെയ്യുന്നതും എല്ലാം. അപ്പോൾ ഇത്തരം വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ എല്ലാ ടൂളുകളും മറച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ കാണുക. ഇനി വീണ്ടും എഫ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടൂളുകളെല്ലാം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാം.